ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ധോക്ലയാണ്. നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഒരു സ്നാക്കാണിത്. കടലമാവ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് മൈക്രോവേവിൽ വേവിച്ചെടുക്കാം, ഇല്ലെങ്കിൽ ആവി കയറ്റിയാലും മതി. ആവി കയറ്റുവാണെങ്കിൽ 1/4 മണിക്കൂർ ചെയ്യേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവ് ആണെങ്കിൽ 4 മിനിറ്റ് കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് ഒരു ഒതൻറ്റിക് സ്റ്റൈൽ റെസിപ്പി അല്ല. ഇത് ധോക്ലയുടെ ഒതൻറ്റിക് സ്റ്റൈൽ റെസിപ്പി എന്ന് പറയുന്നത് കുറച്ചൊരു ലെങ്തി പ്രോസസ്സാണ്. തലേ ദിവസം പുളിപ്പിക്കാൻ വെക്കുക, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അതൊന്നും അല്ല, ഇതൊരു ഈസി റെസിപ്പിയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ധോക്ല റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ മെഷർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇപ്പം 1 കപ്പ് കടലമാവ്, കൃത്യം 1 കപ്പാണത്. 1 ടേബിൾ സ്പൂൺ റവ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഉപ്പ് ഞാൻ ഇത്രയാണ് ചേർക്കുന്നത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, പിന്നെ ഇഞ്ചി ചതച്ചത്. ഇഞ്ചി ഒരു ചെറിയൊരു പീസ്. ഇഞ്ചി ആക്ച്വലി ചിലർക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാതെ വരും, അവർക്ക് ഇഞ്ചി യൂസ് ചെയ്യണ്ട. ഇഞ്ചി യൂസ് ചെയ്യാതെയും ഞാൻ ഉണ്ടാക്കാറുണ്ട്. 1 ടേബിൾ സ്പൂൺ എണ്ണ. ഞാനിപ്പോൾ 1/2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. തൈരും വെള്ളവും രണ്ടും ചേർക്കുന്നുണ്ട്. തൈര് ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം ചേർത്താലും മതി. ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും തൈര് ചേർക്കും. അപ്പോൾ 1/2 കപ്പ് തൈരും ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മൊത്തം ഒഴിക്കുന്നില്ല, ആക്ച്വലി ഞാൻ നോക്കിയിട്ട് എൻ്റെ പരുവം നോക്കിയിട്ട് ബാക്കിയുള്ള വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. വെള്ളം പോരാ, ബാക്കിയുള്ള വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ വീഴുന്നില്ല, കണ്ടോ? ഭയങ്കര പാടുവിട്ടാണ് വീഴുന്നത്. അപ്പോൾ ഇതല്ല കൺസിസ്റ്റൻസി. നമ്മൾ എടുക്കുമ്പം കുറച്ച് ഈസി ആയിട്ട് വീഴണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ. ഇനി വെള്ളം ചേർക്കുന്നത് സൂക്ഷിച്ച് വേണം, അല്ലെങ്കിൽ ലൂസായി പോവും. ഇപ്പോൾ മിക്സ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഈസി ആയിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതിലേക്ക് നമുക്ക് ഈനോ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പ്ലെയിൻ ഈനോ ആണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഈനോ ആണ് ചേർക്കേണ്ടത്. ഈനോ ചേർത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കണം. ഒരുപാട് നേരം വെളിയിൽ വെക്കാൻ പാടില്ല. പെട്ടെന്ന് മിക്സ് ചെയ്ത് നമ്മൾ ആ ട്രേയിലേക്ക് മാറ്റണം. ഇങ്ങനെ ബബിൾസ് പൊങ്ങി വരാൻ തുടങ്ങും, കാണുന്നുണ്ടോ ബബിൾസ്? ഇതിൽ എണ്ണയൊക്കെ തടവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 2-3 തട്ട് നോക്കാം. ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ടാണ്. ഒരു 4 മിനിറ്റ് മൈക്രോവേവ് ചെയ്താൽ മതി. അപ്പോൾ ഇതാവുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള തട്ക പ്രിപ്പയർ ചെയ്യണം. തട്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ കടുക് വറുത്ത് ഒഴിക്കുന്നതിനെയാണ് ഹിന്ദിയിൽ തട്ക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. 3/4 കപ്പ് വെള്ളമുണ്ട്, പിന്നെ 1 നാരങ്ങയുടെ നീരാണത്. ഈ 3/4 കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് അത് മിക്സ് ചെയ്തെടുക്കും. പിന്നെ ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിനെ കടുക് വറുക്കാൻ വേണ്ടിയിട്ട്. ഇത് 2ആയിട്ട് മുറിക്കണം. അപ്പോൾ നമ്മൾ കടുക് വറുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ. ഇത് ചൂടാകുമ്പോഴത്തേക്കും ഇതിനകത്ത് കടുക്. അപ്പോൾ ഞാൻ കടുക് ഇടുവാണ്. 1/4 ടീസ്പൂൺ കടുക്. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില. അപ്പോൾ ഈ മുളക് നല്ലോണം മൂക്കണം. അപ്പോഴാ മുളക് തിന്നാൻ പറ്റില്ല, ഇല്ലെങ്കിൽ നല്ല എരിവായിരിക്കും, കഴിക്കാൻ പറ്റില്ല. നല്ല ബ്രൗൺ ആവണം മുളക്, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ മുളക് കഴിക്കാറില്ല, എനിക്ക് അപ്പോഴും എരിവാണ്. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്, കണ്ടോ? ഇനി ഇത് വെള്ളം ഇതിനകത്തേക്ക് ഞാൻ നാരങ്ങ നീര് മിക്സ് ചെയ്തു, പഞ്ചസാര മിക്സ് ചെയ്തു, ഇതിനകത്തേക്ക് ഇത് ഇടുവാണ്. ഇനി ഇത് നമ്മൾ ധോക്ലയിലേക്ക് ഇടും. അപ്പോൾ ധോക്ല ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കേക്കെല്ലാം നോക്കുന്ന പോലെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് തട്ടായിട്ട് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തിടണം, എല്ലാ സ്ഥലത്തും ആ വെള്ളം എത്തണം. അപ്പോൾ ഇത് സോഫ്റ്റ് ആവും. ഇത് ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ 5 മിനിറ്റ് വെച്ചേക്കണം അത് അബ്സോർബ് ചെയ്യാൻ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേഷന് എന്താ പറയുക, മല്ലിയില, തേങ്ങ,
അപ്പോൾ ഇതൊക്കെ ഒരു ആഡംബരമാണ്, ഇതിൻ്റെയൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ധോക്ല തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. അപ്പം ആ വെള്ളമെല്ലാം അതിൽ അബ്സോർബായി നല്ല സോഫ്റ്റായി നമുക്ക് കഴിക്കാൻ പാകം. ധോക്ലയുടെ റെസിപ്പി കണ്ടല്ലോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ.